കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പരസ്യ പ്രതിഷേധവുമായി കത്തോലിക്ക സഭ. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ അറസ്റ്റിനെതിരെ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെത്തിയെങ്കിലും കന്യാസ്ത്രീകളുടെ മോചനത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. സംഘപരിവാറിന്റെ തനി സ്വഭാവത്തിന്റെ പ്രകടനമാണ് ആക്രമണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. CBCയെ പേരെടുത്ത് പറയാതെ വിമർശിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് രംഗത്ത് വന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനു പിന്നാലെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ് കത്തോലിക്ക സഭ. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതാകുകയാണ്. ഒരു സിസ്റ്ററിന്റെ വേഷമെടുത്ത് യാത്ര ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരവസ്ഥ. കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി സമീപിക്കുമെന്ന് വിചാരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളില് ധൃതരാഷ്ട്രരുടെ മനോഭാവമാണ്. സ്നേഹത്തോടെയാണ് ആലിംഗനം ചെയ്യുന്നതെന്ന് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളില് തകർത്തു കളയുന്ന ചില ആലിംഗന വിശേഷണങ്ങളുണ്ട്. തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ വിവിധ ക്രൈസ്തവ സഭകൾ ഭാഗമാകും. അതേസമയം പ്രതിരോധത്തിലായ BJP സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡിലേക്ക് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അയച്ചെങ്കിലും കന്യാസ്ത്രീകളുടെ മോചനക്കാര്യത്തിൽ ഉറപ്പില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. മതപരിവർത്തനവും മനുഷ്യക്കടത്ത് നടന്നെന്ന ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വാദം BJP സംസ്ഥാന ഘടകം തള്ളി. ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് മതപരിവർത്തനം ആയിരുന്നില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല. അറസ്റ്റിനെതിരെ LDFും UDFും ഇന്ന് പ്രതിഷേധവുമായി എത്തി. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്തീയ സഭകളിൽ ചിലർ ഇതിനകം തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഭയപ്പെടുത്തി ഉൾപ്പെടെയാണ് പല കാരണങ്ങൾ കൊണ്ട് RSSനും BJPക്കും അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ച സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതൊക്കെ അവരെ യഥാർത്ഥത്തിൽ ഇന്നത്തെ പരിസ്ഥിതിയിൽ 1000 പ്രാവശ്യം ചിന്തിക്കേണ്ടതാണ്. 24 കൊച്ചി.